ഈ ഓണത്തിന് ഒന്നല്ല രണ്ടല്ല 3 ഈവിള ഐറ്റംസ് കണ്ടാലോ. അപ്പം നമ്മുടെ ഇവിടെ ഓണപരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരിക്കും, അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ഒരു ഐപ്പിൻ എടുത്ത് അതിലേക്ക് ഒരു ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈവിള ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മുടെ കമ്മലൊക്കെ ഇടുന്ന കൊളുത്തില്ലേ, അതിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രണ്ടെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കമ്മൽ? സിമ്പിളല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബാങ്കിൾ കണ്ടാലോ. അല്ല, നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബാങ്കിൾ കട്ട് ചെയ്തെടുത്താലും മതി. എൻ്റെ കയ്യിലൊരു കമ്പി ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ഇവള ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. താഴേക്ക് മടക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് മുകളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നതാണ്. ഇനി ഞാനൊരു മീഡിയം സൈസ് ബ്ലാക്ക് ബീഡ് കൊണ്ട് ഫുള്ള് നിറച്ചെടുക്കുകയാണ്. നമ്മളതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് ഈ ബീഡിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും എൻഡ് ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള വളയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് വള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇനി നമുക്കൊരു ആംഗ്ലെറ്റ് ചെയ്താലോ? കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ആംഗ്ലെറ്റ്. അപ്പം നമ്മൾ ഒരു കറുത്ത ത്രെഡ് എടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ഒരു സിൽവർ കളർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരു ഈവിള ഇട്ട് കൊടുക്കണം. ഈ ഈവിള ഇടാൻ ഞാൻ കുറച്ച് പാട് വിട്ടു കേട്ടോ. കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തത്. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കുക. രണ്ടറ്റവും ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് അനങ്ങാണ്ട് അവിടെ ഇരിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് അനങ്ങാണ്ട് ഊരി പോവാണ്ട് അവിടെ ഇരുന്നോളും. ഇനി നമ്മൾ എൻഡും ഒന്ന് കെട്ടിക്കൊടുക്കുക. ഞാനിത് ഇലാസ്റ്റിക് ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇടാനും ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ഊരിയെടുത്ത് മാറ്റി വയ്ക്കാനും ഒക്കെ പറ്റും. ഇത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ കാലിൽ കിടക്കുന്ന കണ്ടിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.